ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡിനിയം ചെടികളില്ലേ, അതിൻ്റെ കെയറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇടയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ പുതിയ പുതിയ ചെടികൾ വാങ്ങിയിട്ട് നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഒരു പുതിയ ചെടി മദർ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കാം എന്നുള്ള പുതിയതായിട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ചെടികൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകളും അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നന്നായി വലുതായിട്ടുള്ള അഡീനിയം ചെടിയാണ് കണ്ടോ. ഇത് നമുക്കപ്പോൾ വേറെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിതിൽ നിന്ന് എങ്ങനെ പുതിയ ചെടികൾ അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് വലിയ ചെടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇവിടുത്തെ ശിഖരം മുറിച്ചെടുക്കാം കേട്ടോ. എപ്പോഴും ശിഖരങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ കണ്ടോ ഗ്രേ കളറ് വന്നിക്കുന്ന ശിഖരങ്ങൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിന് ബ്ലേഡിനെക്കാട്ടിലും മറ്റേ വേറെ കട്ട് ചെയ്യുന്ന കട്ടിങ് ബ്ലേഡാണെങ്കിൽ ഒന്നും, കാരണം ഇത് കുറച്ച് മൂത്ത കമ്പുകളായതുകൊണ്ടാണ് ഇത് മുറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കൈകൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഈ കൊമ്പ് ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ എപ്പോഴും കട്ട് ചെയ്ത് കൊടുത്താൽ തൈകൾ പുതിയതായി കിട്ടുകയും ചെയ്യും. അതല്ലാതെ നമ്മുടെ ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ 2-3 ശിഖരങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുളച്ച് വരും. അപ്പോൾ അത് പുതിയ പുതിയ ചെടിയായി വരും. കണ്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുറേ ശിഖരങ്ങൾ മുളച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഒന്ന് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗമില്ലേ അവിടെയൊക്കെ സാഫ് എന്ന് പറഞ്ഞ സംഗതി ഇതുണ്ടോ. നമ്മുടെ സാഫ് നമ്മൾ മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെടികൾ ഇതിൽ ഇൻഫെക്ഷനൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് അഡിനിയത്തിനൊക്കെ പെട്ടെന്ന് സെൻസിറ്റീവാണ്. അപ്പോൾ സാഫ് നമ്മൾ തേച്ച് കൊടുക്കണം. ശരിക്കും ബ്രഷിലൊക്കെയാണ് തേക്കേണ്ടത് കേട്ടോ. ഞാൻ ബ്രഷ് എടുത്തില്ല, പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് കൈയും കൊണ്ട്. പക്ഷേ കൈയും കൊണ്ട് തേക്കാൻ പാടില്ല എന്നാണ്. തേച്ചിട്ട് നന്നായി കൈ കഴുകണം. കണ്ടോ, ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ കൃമികളുടെയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തു. ഉണ്ടോ, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വല്ല വെള്ളം ഇറങ്ങാണ്ടിരിക്കാനൊക്കെ ഈ സാഫ് തേച്ച് കഴിഞ്ഞാൽ ചെയ്യും. കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ചീഞ്ഞ് ഈ അഡിനിയം നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എടുത്ത് മഴ കൊള്ളാണ്ട് ഇതൊരു ഇച്ചിരി ഉണങ്ങുന്നത് വരെ മഴ കൊള്ളാണ്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ നല്ല വെയിലാണ്, അതുകൊണ്ട് മാറ്റി വെക്കണ്ട. പക്ഷേ ചില സമയത്തൊക്കെ മഴ ചാറുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. ഈ കട്ട് ചെയ്ത ഇതിൻ്റെ ഓരോ ഇലകളും ഇങ്ങനെ എടുത്ത് മുറിച്ച് മാറ്റുവാണ് കേട്ടോ. കത്രിക ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ പിന്നെ വെയിൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് മൊത്തം റിമൂവ് ചെയ്യണം. കണ്ടോ, അപ്പോൾ ഇതിൽ ഇലകളൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെറിയ 2-3 ഇലകൾ മാത്രം നിർത്തിയിട്ടുണ്ട്. ഈ കൊമ്പ് ഇത് നല്ല നീളമായതുകൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്ക് ഇവിടെ മാത്രം ഇത് ടിപ്പ് വരുന്ന ഭാഗത്ത് മാത്രം നമുക്ക് കുറച്ച് സാഫ് പുരട്ടി കൊടുക്കും. അപ്പോൾ ഇതിൽ കണ്ടോ സാഫൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള പോട്ടി മിക്സ് ആണ്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കണ്ടോ, ചാണകപ്പൊടി നമ്മുടെ ഇവിടെ അടുത്ത പശു ഉള്ള വീട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ. കണ്ടോ, വേറെ ഒന്നും മിക്സിങ് ഒന്നുമില്ല. ഇതൊരു പിടിയാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ചാണകം പൊടി. ഇത് മണലാണ്. മണൽ പറഞ്ഞാൽ ഇത് എംസാൻഡാണ്. ശരിക്കും പുഴ മണലാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇത് നമുക്ക് അത് കിട്ടാനില്ലാത്തതുകൊണ്ട് എംസാൻഡ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. എംസാൻഡ് ഫുള്ള് ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് നമുക്ക് മണലോ അല്ലെങ്കിൽ പെർലൈറ്റൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നടാം. എന്താണെന്ന് വെച്ചാൽ ഇത് മണൽ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വേരോട്ടം പെട്ടെന്ന് വേരോടുകയും ചെയ്യും. വെള്ളം നിൽക്കാണ്ട് താഴത്തോട്ട് വെള്ളം ചോർന്നു പോവുകയും ചെയ്യും. എന്താ വെച്ചാൽ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ അഡിനിയം ചെടിയുടെയൊക്കെ വേര് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വെള്ളം താഴത്തോട്ട് വാർന്നു പോകാനും പിന്നെ ചെടികളുടെ വേരുകൾ ഈസി ആയിട്ട് വളരാനുമാണ് നമ്മൾ ഈ എംസാൻഡ് അല്ലെങ്കിൽ പെർലൈറ്റ് പോലെയുള്ള
മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം എയറേഷൻ കൂടുതലായിരിക്കും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിതാ അങ്ങനൊരു പോട്ടിങ് ചെയ്യാനുള്ള പോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതാ ഹോൾസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഹോൾസിൽ മണ്ണ് താഴത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ, എപ്പോഴും ഏത് ചെടിയും കുറച്ച് സെൻസിറ്റീവായ ചെടികൾ വെക്കുമ്പോൾ നമ്മൾ വളം ഫസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വളം ചെടി വളർന്ന് കുറച്ചായി കഴിയുമ്പോൾ ഇതിൽ വളം ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ആ പേരിന് വേണ്ടി മാത്രം ഫസ്റ്റ് ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് വളം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കി ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്യാനാണ് കേട്ടോ പോണേ. ഇപ്പോൾ എംസാൻഡ് എടുത്തിട്ട് കുറച്ച് മാത്രം എംസാൻഡ്, ഒരു 3 പിടി എംസാൻഡ് ഇട്ട് കൊടുത്തു കേട്ടോ. 1 ഇഞ്ച് പരുവത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഈ ചാണകപ്പൊടി കണ്ടോ ഒറ്റ പിടി ഇടുന്നുള്ളൂ കേട്ടോ, കൂടുതൽ വേണ്ട. പിന്നെ നമുക്ക് ചെടി പിടിച്ച് കിട്ടുന്നതിനനുസരിച്ചിട്ട് മാറ്റാം. പിന്നെ ചാണകപ്പൊടി ആയതുകൊണ്ട് ഒന്നിനും ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ട് ചെടികൾ വളം കൂടിയതുകൊണ്ട് നശിച്ചു പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലായിട്ടുള്ള വളമാണ്, ഒത്തിരി ചെടികളെ നശിപ്പിക്കുന്ന വളങ്ങളല്ല. ചില വളങ്ങളുണ്ട്, പാട്ടും കാഷ്ടമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വീര്യമുള്ളതായതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഇടാൻ. അപ്പോൾ നമ്മൾ കണ്ടോ ഇത്രയും ചാണകപ്പൊടി ഇട്ടു. ഇനി അതിലേക്ക് ബാക്കി ഈ എംസാൻഡ് വരുന്നത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ പോട്ട് ഇങ്ങനത്തെ പോട്ട് സെയിം വേണമെന്നൊന്നുമില്ല, നീളമുള്ള പോട്ടായാലും മതി കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ നട്ടിട്ട് വേര് പിടിപ്പിച്ചെടുത്തതിന് ശേഷം അത് കുറച്ചൊക്കെ ഹെൽത്തി ആയി വളർന്നതിന് ശേഷം നമ്മൾ വേറെ പോട്ടിലോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇത് നടാൻ വേണ്ടി അല്ലെങ്കിൽ തൈകളുടെ വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അല്ല നമുക്ക് ഇതിൽ തന്നെ കുറച്ച് കാലം വെക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിരുന്നോളും, നന്നായി വളർന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ മാറ്റി നടാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചു. ഇതിങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുത്തി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് മെല്ലെ ഒന്ന് കുത്തി കൊടുക്കുക. അതുകൊണ്ട് ഇതിൽ നമ്മൾ സാഫ് തേച്ചുകൊണ്ട് ഇതിൻ്റെ ടിപ്പ് ഇതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഏകദേശം ഒരേപോലെയാണ്. കണ്ടോ ഇതേപോലെ നമ്മൾ 2-3 കൊമ്പും കൂടെ ഇതിൽ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുത്തി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ മഴ പെയ്യാതെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. ഒരു ഇച്ചിരി തണലുള്ള സ്ഥലത്ത് 2 ദിവസം മാറ്റി വെക്കും. കാരണം ഇപ്പം നല്ല വെയിലല്ലേ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ നല്ല ഹാർഡ് വെയിൽ ഡയറക്റ്റ് തട്ടിയിട്ട് നശിച്ചു പോകും. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഒത്തിരി വാട്ടമൊന്നും ഇല്ലയെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വെയിലിലോട്ട് വെക്കും കേട്ടോ. കാരണം അഡിനിയം ചെടിക്ക് എപ്പോഴും ആവശ്യമുള്ളത് വെയിലാണ് കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം കേട്ടോ. അത് എപ്പോഴും ഒഴിക്കുമ്പോൾ കടയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിന് സ്റ്റെമ്പിലൊന്നും ഒഴിക്കരുത്, കാരണം നമ്മൾ ഇലയൊക്കെ പറിച്ച് കളഞ്ഞതല്ലേ. അപ്പോൾ ഇത് അറിയാലോ, വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി സെൻസിറ്റീവാണ്. അപ്പോൾ താഴത്തേക്ക് മാത്രം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. 1 രാടമൊക്കെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് മാത്രം 1 രാടം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒന്നിച്ചൊക്കെ ഒഴിച്ചാൽ മതി. നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം മണ്ണ് നല്ല ചൂടായിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം വെള്ളം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരിടത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം ഇത് കുറച്ച് നല്ല ഹെൽത്തി ആയി നിൽക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ വെയിലിലോട്ട് മാറ്റി വയ്ക്കും. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഇത് പിടിച്ച് കിട്ടുന്നതിൻ്റെ സൈന് നമുക്ക് ചെറുതായിട്ട് മുകുളങ്ങളോ ഇലയൊക്കെ വന്നിട്ട് പിന്നെ ഹെൽത്തി ആയിട്ട് വളർന്നോളൂ കേട്ടോ. പിന്നെ നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നല്ല ഇലകളൊക്കെ വന്നതിന് ശേഷം നമ്മളിത് ഇതേപോലെ കുറച്ച് വളം ഇട്ടിട്ട് മണ്ണിലോ അല്ലെങ്കിൽ എംസാൻഡിൽ അല്ലെങ്കിൽ മണലിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേറെ ചട്ടികളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നട്ടേക്കുന്നത് നാടൻ വെറൈറ്റിയുടെയാണ് നട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളിത് കട്ട് ചെയ്തിട്ട് മാറ്റി നടന്ന സമയത്താണ് അതിൻ്റെ കോഡെക്സ് ഒക്കെ വലുതാവുള്ളൂ. അല്ലെങ്കിൽ ഇത് നോർമലായിട്ടൊരു ചെടി പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അഡിനിയം ചെടികൾ കോഡെക്സിനാണ് ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമ്മളിതത് കുറച്ച് വലുതാകുമ്പോൾ അതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും മാറ്റി നടുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോഡെക്സ് വലുതായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് സിമ്പിളായിട്ടുള്ള ഒരിതാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ചെടി കണ്ടോ, ഇത് നമ്മൾ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. ഇത് നമ്മൾ മണലും മണ്ണും കൂടെയാണ് മിക്സ് ചെയ്തിട്ട് നട്ടത് കേട്ടോ. അത് പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ, പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ.
പുതിയ ഇലകളൊക്കെ വന്നിട്ട് ഇത് സക്സസ് ആയി. ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്താവണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇലകളൊക്കെ വന്നിട്ട് ഹെൽത്തി ആയി. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച ചെടിച്ചട്ടീനെക്കാട്ടിലും ഇത് ചെറിയൊരു ചെടിച്ചട്ടിയാണ് കേട്ടോ. ഒരു 4 ഇഞ്ച് മാത്രമുള്ള ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഇത്രയും ചെറുതിലും കൂടെ നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാം. പക്ഷെ വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ വേറെ പോട്ടിലോട്ട് മാറ്റണം എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഇതേപോലത്തെ ഒത്തിരി ഇൻഫർമേഷൻ ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കണ്ടതിന് ശേഷം കമൻറ്റും മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ചെടികളെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക.